ഈ അങ്ങനെ ഇപ്പം തന്നെ പൈസ കിട്ടണം, അല്ലെങ്കിൽ ഒന്ന് കൂടെ വന്നാൽ പൈസ കിട്ടണം. ഞാൻ പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ആൾക്കാർ. ഒരാളെ കൂടെ പോകുമ്പോൾ അയാൾക്ക് പോയിനെന്തെങ്കിലും പൈസ കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായോ? ആ സംഗതികൾ എവിടെയായിരുന്നു അയാൾ, എവിടുന്ന് പറ്റി, ഇപ്പം എത്ര ബന്ധങ്ങളുണ്ട്, ഇപ്പം എത്ര ഫോൺ നമ്പർ ഉണ്ടെന്നൊന്നും മനസ്സിലാക്കില്ല. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവർ പൈസ പൈസ എന്ന് പറയും. അവിടെ നോക്കരുത്. ബന്ധങ്ങൾ ബിൽഡ് ചെയ്ത് വരണം. ഇന്നിപ്പോൾ എത്ര ആളെ പരിചയപ്പെട്ടു, അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പോൾ അത് ബിൽഡ് ചെയ്യൽ ഒരു മണി തന്നെയാണ്. അതോ മണി മേക്കിംഗ് മാതിരിയാണ്. ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ? അവിടെ ഒരു സ്റ്റോപ്പ്. ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്താ? റിയൽ എസ്റ്റേറ്റിൻ്റെ റോ മെറ്റീരിയൽ എന്താ? ബന്ധങ്ങൾ അല്ലേ? അത് ഡെയിലി ചിരിച്ച് കളക്ട് ചെയ്യണ്ടേ? എന്നിട്ട് അതിന് വരുമ്പോൾ പൈസ വേണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് എന്ത് പറയും? മനസ്സിലായി? അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ പിന്നെ നമ്മൾ ഈ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള രമ്യ. ചില ആൾക്കാർ വരുമ്പോൾ അവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ പോക്ക് എങ്ങോട്ടാന്നുള്ളത്. അതെന്താണെന്നറിയോ? അത് കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിച്ചതല്ല, മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഉണ്ടായി പഠിച്ചൊരു അറിവാണ്. തെറ്റില്ലാന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ റോ മെറ്റീരിയൽ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളിൽ നിന്നാണ് റിയൽ എസ്റ്റേറ്റ് ഉരുത്തിരിയുന്നത്. അതെപ്പോഴും നമ്മൾ ഡെയിലി ഇപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ, ഇപ്പോൾ രമ്യയും ഞാനിപ്പോൾ ഒരു ബോഗിയിൽ പോവുകയാണെന്ന് വിചാരിച്ചോളൂ കോഴിക്കോട്ടേക്ക്. അപ്പോൾ രമ്യൻ്റെ ഞാനും ഇങ്ങനെ ഇരിക്കും, ടൈറ്റായിട്ടിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കില്ല. ഹായ്, എവിടെ വീട്? അപ്പോൾ രമ്യ നേരെ ആദ്യം ഒന്ന് അല്ല എവിടെ വീടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ രമ്യ ഞാൻ ഇന്ന സ്ഥലത്ത് വീട്, ഇന്ന ആളെ വയ്ക്കുക. ഓ, ഇന്ന നിഖിലിൻ്റെ വൈഫാണല്ലേ? ആ കണ്ടോ? അവിടെ അതിന്ന് ബിസിനസ് പൊട്ടി പുറപ്പെടാം, അല്ലെങ്കിൽ ഇന്നയാളൊരു ആവശ്യമുണ്ട്, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സാധനം കൊടുക്കാണ്ടിട്ട്, അതിനൊക്കെ നമുക്ക് ഓരോന്ന് കളക്ട് ചെയ്യാം. ഒരു ബന്ധത്തിൽ നിന്ന്, ഒരു ലിഫ്റ്റിൽ നിന്ന് ഒരു അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ മേലെ 0-ന്ന് 5-ലെത്തിയപ്പത്തിന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. പിന്നെ അരമണിക്കൂർ കൊണ്ട് അയാളൊരു കച്ചവടം. അപ്പോൾ ഒരു സംസാരപ്രിയനായെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഒരു പരിധിക്ക് ആൾക്കാരായിട്ട് ഒന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നൊക്കെ ഒരാളായിരിക്കണം. അല്ലെങ്കിൽ മസിൽ പിടിച്ചിരുന്നാൽ കാര്യമില്ല. ഇതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടെന്ന്. ഒരു കാര്യം പറഞ്ഞ പിന്നെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് 2002 ഒരാൾ എന്നോടൊരു കാര്യം വെക്കാൻ പറഞ്ഞു. അയാൾ 3-4 വട്ടം എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ കുറേ ആയിട്ടില്ല പറയുന്നത് വെച്ചാൽ എന്നോട് ചൂടായി. ഈ വിൽക്കാൻ തരാമെന്ന മുതൽ പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആരാ? അപ്പോൾ പല സ്വഭാവക്കാരും പല ടൈപ്പ് ആൾക്കാരും ഇതിലുണ്ട്. അവരൊക്കെ മാനേജ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിൽ ലൈഫിലൊരു അറിവ്, വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് രമ്യ. അത് വലിയൊരു അറിവാണ് ഇത് കിട്ടുന്നത്, ചെറിയ അറിവല്ല. അതിങ്ങനെ പഠിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആൾക്കാരെ. അപ്പോൾ ഒരു പക്ഷേ ഒരു പുതിയതായിട്ട് ഒരാളെ കാണുമ്പോൾ തന്നെ ഇക്കയ്ക്ക് ഈ വ്യക്തിയുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, ഇവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിലാണ് ഓരോരുത്തരെയും ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു 40 വർഷത്തെ ജേർണിയിൽ ഇപ്പം ഈസി ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പിന്നെ ഒരു ഭക്ഷണം കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരു ചായ കൊടുക്കുമ്പോഴോ, നമ്മളൊരു ബില്ല് കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോഴോ, അതിൽ മനസ്സിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരംശം പോലും വേറൊന്നും പ്രതീക്ഷിക്കരുത്. അതൊരു സ്നേഹത്തിൻ്റെ സാധനമായിട്ട് നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? അവിടെ നമ്മളൊരു ബിസിനസ്സേ കാണരുത്. നമുക്കൊന്നും അങ്ങനെ തോന്നുകയില്ല. അത് നമ്മളൊരു ലൈഫിലൊരു മനുഷ്യൻ ഭൂമിയിലേക്ക് വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക. ഞാനേ അഗർവാൾ എന്ന് പറഞ്ഞൊരു ആളെ ഗോൾഫിലെ മെമ്പറാണ് ഞാൻ, എറണാകുളം എയർപോർട്ട്. അവിടെ നിന്ന് ആളെ പരിചയപ്പെട്ടു. അയക്കാൻ ഒരു കാറ് വിട്ടുകൊടുത്തു. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഫ്രണ്ട്സായപ്പോൾ ഒരു കാറ് വിട്ടുകൊടുത്തു. അവിടെ തിരിച്ചു വരുമ്പോഴത്തേന് ഞാൻ എൻ്റെ എറണാകുളം മാനേജറോട് പറഞ്ഞു, ഒരു ഏലക്ക, കുരുമുളക്, മയിലിൽ അങ്ങനെ കുറേ ഒരു പെട്ടിയാക്കിയിട്ട് അയാളോട് കൊടുക്കാൻ പറഞ്ഞു. കുറച്ച് തേന് ഒക്കെ ആ കാറിലൊന്ന് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. എയർപോർട്ടിൽ പോകുമ്പോൾ കൊടുക്കാൻ പറഞ്ഞു. അത് 2008-09
ഇന്നും ആ അഗർവാളും ഞാനുമായിട്ട് ഞാൻ ചായപ്പൊടിയും തേനും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുത്തു വിടും. ആ ഒരു ബന്ധം അദ്ദേഹത്തിനോട് ഞാൻ ബിസിനസ്സേ സംസാരിച്ചിട്ടില്ല. വലിയൊരു എന്താ പറയുക, മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു സംഭവമാണ് ആൾ. പക്ഷെ ആ ബന്ധം ഭയങ്കര ബന്ധമാണ്. അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും കൊടുക്കുക വാങ്ങുക, അപ്പോൾ ഷർട്ടല്ല ഇതല്ല ഉണക്കോടിയല്ല അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതൊരു ബിസിനസ് നമ്മൾ കാണാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സംരംഭത്തെ കാണുമ്പോഴോ പരിചയപ്പെടുമ്പോഴോ അതിൽ നിന്നും ബിസിനസ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് കാണുന്നേയില്ലേ? അല്ല, പാടില്ല. നമ്മൾ ഉണ്ടാക്കാന്ന് നമുക്ക് അറിയാം. നമുക്ക് അയാളുടെ നിന്ന് നമുക്ക് ചിലപ്പോൾ എൻ്റെ ഫീൽഡ് ഇതാവുമ്പോൾ അയാളറിയാം. അത് നമ്മളൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടല്ലോ. ഓക്കെ, അതിലൊരു അറബി വാക്കുണ്ട്, മനസ്സിലായി? അതിലൊരു ഉദ്ദേശ ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് പരിചയപ്പെടുന്നത് തന്നെ നമ്മളിൽ നിന്നും എന്തെങ്കിലും കിട്ടും, ബിസിനസ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചില ആൾക്കാർ വരുന്നത് തന്നെ. അങ്ങനെ ആരെയും പരിചയപ്പെടരുത്, ആരുമായിട്ടും ബന്ധം തുടങ്ങരുതെന്നാണ് ഇക്കയുടെ ഒരു വേർഷൻ അല്ലേ? അല്ല അത് അവിടെ അങ്ങനെയല്ല. അത് ഇപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് അബാദ് പ്ലാസയിൽ വെച്ചിട്ട് ഒരു 4 പേർക്ക് ഞാൻ 4 കണക്ഷൻ കൊടുത്തു, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ പിന്നെ 2-3 ആൾക്കാർ, വലിയ ആൾക്കാരുടെ നമ്പർ ഞാൻ അവർക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. ഈ കണക്ഷൻ കൊടുത്ത് അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെക്കൊണ്ട് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. ഞങ്ങൾ തുടക്കക്കാരാണ്, ഞങ്ങൾ 20% ആയിട്ടുള്ളൂ, ഞങ്ങൾ ആരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പരസ്യ വിഭാഗം, ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഇക്കാടെ ഒരു താങ്ങ് വേണം, ഞങ്ങൾക്ക് കുറച്ച് കണക്ഷൻ വേണം. അപ്പോൾ അത് സപ്ലൈ ചെയ്ത് അത് ഫ്രീ സപ്ലൈ ആണ്. അങ്ങനെ നമ്മളെല്ലാ മേഖലയിലും കുട്ടികളുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു ജോലി വാങ്ങിക്കൊടുക്കുന്ന ഓരോ കാര്യം. ഇപ്പം രമ്യ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടിയാണ്. എല്ലാവരും ബിസിനസ് എന്ന് പറഞ്ഞു വരുന്നത് അത് ശരിയാണ്. അവരും അവരുടെ വയറ്റിപ്പയപ്പ്, അവരുടെ പ്രശ്നങ്ങൾ സംഗതിക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഞാൻ ഒരിക്കലും അതങ്ങനെ പറയാം, രമ്യ പറഞ്ഞ ആ ഒരു രീതിയിലല്ല കാണുന്നത്. ആ ഉദ്ദേശ ലക്ഷ്യം ശരിയാണ്. എനിക്കുണ്ട്. ഞാൻ ഒരാളത്ത് പോകുമ്പോൾ ഞാൻ അയാളത്ത് ഒരു ബിസിനസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ വാക്കും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന അത് അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണ് ആവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബിസിനസ്സിന് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും, അതായിരിക്കും നമ്മൾ ചെയ്യുന്ന. ഇപ്പോൾ ഒരു ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, ചായ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഓണക്കോടി ഇപ്പോൾ ഒരു വീട്ടിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സഹായം കൊടുക്കുന്നത്, അവിടെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിനെ കുറിച്ചിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റതൊക്കെ ഇപ്പോൾ അവരൊരു പല കാര്യത്തിലും ഇന്നിപ്പോൾ വന്ന ആൾക്കാർ 3 ആൾക്കാരെ കണ്ടു. 3 ഡിഫറെൻറ്റ് ആൾക്കാർ, 3 പേർക്കും എൻ്റെ അടുത്തുള്ള കണക്ഷൻസ് ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു. അത് പൈസ അല്ല, വേറൊന്നുമില്ല, ബന്ധം മാത്രം. അതാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി.